നമസ്തേ. ഇന്ന് രാവിലെ മുതൽ മാപ്രകളും മതേതരകളും രാഷ്ട്രീയക്കാരും മതനേതൃത്വവും ഒക്കെ മൂട്ടിൽ തീപിടിച്ച് ഓട്ടമാണ്. സകലമാന ചാനലുകളിലും മാപ്രകളിൽ നിന്ന് നിലവിളിയോട് നിലവിളിയാണ്. എന്താ കാര്യം? NSSും SNDPയും ഐക്യപ്പെട്ടിരിക്കുന്നു. സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും കൈകൊടുത്തിരിക്കുന്നു. ആരാണ് ഈ ഹിന്ദു ഐക്യത്തെ ഇത്രയേറെ ഭയപ്പെടുന്നത്? എന്തായാലും ഹിന്ദുക്കളെ സ്നേഹിക്കുന്നവരല്ല, അവർ അധികാരത്തിൽ വരണം എന്ന് വിചാരിക്കുന്നവരുമല്ല. പണ്ട് ഹിന്ദു മഹാമണ്ഡലം രൂപീകൃതമായപ്പോഴും കോൺഗ്രസിന്റെ പരിഭ്രാന്തി ഇങ്ങനെ തന്നെ ആയിരുന്നു. അന്ന് ദേവസ്വം ബോർഡ് മെമ്പർമാരായിരുന്ന R ശങ്കറും മന്നത്ത് പത്മനാഭനും ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഒന്ന് കേട്ടുനോക്കൂ. ഇന്നും അതിന്റെ പ്രസക്തി എന്താണെന്ന് മനസ്സിലാകും. ദേവസ്വം ഭരണവ്യവസ്ഥകൾ പുനഃസംഘടിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക, ഹൈന്ദവ സംസ്കാരത്തെയും കലകളെയും പ്രോത്സാഹിപ്പിക്കുക, ഏകീകൃത ജാതിരഹിത ഹൈന്ദവ ജനതയെ വാർത്തെടുക്കുക, പട്ടികജാതി പിന്നാക്ക വിഭാഗങ്ങൾക്ക് സർവ്വവിധ പിന്തുണയും നൽകി അവരെ മറ്റുള്ളവർക്കൊപ്പം ഉയർത്തുക, ഹിന്ദുക്കൾക്ക് വിദ്യാഭ്യാസത്തിലും സാമ്പത്തിക സ്ഥിതിയിലുമുള്ള പരാധീനതകൾ പരിഹരിക്കുക. ഇതിനൊക്കെ ദേവസ്വം ബോർഡുകളെ, ദേവസ്വത്തിലെ പണത്തെ ഉപയോഗിച്ചാൽ ഹിന്ദുക്കൾ എവിടെ എത്തും? അത് SNDPയും NSSും ഒരുമിച്ചാൽ സാധ്യമാവുമോ എന്നുള്ളതാണ് പരിഭ്രാന്തി. ഹിന്ദു നന്നാവരുത്, ഹിന്ദു ഐക്യം സാധ്യമാവരുത്. പക്ഷേ അങ്ങേപ്പുറത്ത് നോക്കൂ, ഇപ്പോൾ മുസ്ലിം ലീഗുമായി സമസ്തയ്ക്ക് ഒരു പ്രശ്നവുമില്ല, ജമാഅത്തെ ഇസ്ലാമിയെ ഞങ്ങൾ മാറ്റി നിർത്തുകയുമില്ല എന്നുള്ളതാണ് അവർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് പറയുന്നത്. അത് തന്നെയാണ് UDFന്റെ സാധ്യതയും. അപ്പോൾ UDFന് അധികാരം കിട്ടിയാൽ ഭരണം ആർക്കാണ് പോവുക എന്ന് NSSനും SNDPക്കും നല്ല ബോധ്യമുണ്ട്. അന്നും ഹിന്ദു മഹാമണ്ഡലത്തിനെ നശിപ്പിച്ചുകൊണ്ട് ഉണ്ടായ ആ സ്പേസ് മുതലെടുത്തത് CPM ആയിരുന്നു അത്രേ. ഇപ്പോഴും അത് സാധ്യമാവുമോ എന്ന് CPM പരിശോധിക്കുന്നുണ്ടാവും. പക്ഷേ ഹിന്ദുക്കൾ മനസ്സിലാക്കുക, ഹിന്ദുക്കൾക്ക് വേണ്ടി ആരാണ് ഇപ്പോൾ നിലകൊള്ളുക എന്നുള്ളത്. എല്ലാ കാലത്തും നമ്മളിങ്ങനെ മാറിയും മറിഞ്ഞും ചിന്തിച്ചാൽ നമുക്കൊരിക്കലും അധികാരം കിട്ടുകയോ നമ്മുടെ സമൂഹം മുന്നോട്ട് പോവുകയോ ഇല്ല എന്ന് ഹിന്ദുക്കൾ ഒരുമിച്ച് ചിന്തിക്കണം. ഏതായാലും SNDP NSS ഐക്യം നമുക്ക് ഒരു പ്രതീക്ഷ തരുന്നുണ്ട്. അന്ന് R ശങ്കറും മന്നത്ത് പത്മനാഭനും ബാക്കി വെച്ചു പോയ ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രാഷ്ട്രായ സ്വഹ ഇദം നമഃ.